So dear students, the next topic we have to discuss is congestion control. Congestion എന്ന് പറഞ്ഞാൽ എന്താണ്? A state occurring in network layer when the message traffic is so heavy that it slows down network response time is called a congestion. അതായത് ഒരു തിക്കും തിരക്കും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ. ഒരു സബ്നെറ്റിനകത്ത് നിങ്ങൾക്കറിയാം റൗട്ടേഴ്സാണുള്ളത്. ഈ റൗട്ടേഴ്സ് മറ്റ് പല റൗട്ടേഴ്സിലേക്ക് ഈ ഡാറ്റ പാക്കറ്റുകൾ ഇങ്ങനെ റൗട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനിയന്ത്രിതമായ ഒരു വേഗത്തിൽ ഈ പറയുന്ന റൗട്ടർ പാക്കറ്റ്സുകൾ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ പലപ്പോഴും അവിടെ ഒരു കൺജഷൻ ഒക്കെ ഒരു തിക്കും തിരക്ക് അനുഭവപ്പെടും. ഈ കൺജഷനെ കൺട്രോൾ ചെയ്യേണ്ടുന്ന ജോലിയും ഈ നെറ്റ്വർക്ക് ലെയറിനുണ്ട്. നമ്മൾ ഫ്രെയിംസ് അയക്കുമ്പോൾ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് പോലെ റൗട്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക് ലെയറിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ജോലിയാണ് ഈ കൺജഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. കാരണം കൺജഷൻസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ റെസ്പോൺസ് ടൈം, അതായത് ഓരോ പാക്കറ്റ് അവിടെ എത്തി അത് പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് രേഖപ്പെടുത്തുന്ന ആ ഒരു റെസ്പോൺസ് ടൈം കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഈ മെസ്സേജ് ട്രാഫിക് കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഫ്ലോയെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തേണ്ടുന്ന ചുമതല ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയറിനുണ്ട്. അതിനെയാണ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ആ അവസ്ഥ, ഈ കൺജഷൻ എന്ന് പറയുന്നത് ഈ തിക്കും തിരക്കും എന്നുള്ള അവസ്ഥയ്ക്കാണ്. ദ സ്റ്റേറ്റ് ഓഫ് occurring in the network layer where the message traffic is so heavy and the network slows down due to സ്ലോ നെറ്റ്വർക്ക് റെസ്പോൺസ് ടൈം. ഇതാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ലെയർ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്? ദ നെറ്റ്വർക്ക് ലെയർ യൂസസ് സം അൽഗോരിതംസ് ഇൻ ഇറ്റ്സ് നെറ്റ്വർക്ക് ലെയർ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ആണ് കൺജഷൻ കൺട്രോൾ അൽഗോരിതംസ്. എന്താ കൺജഷൻ കൺട്രോൾ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺജഷൻ ഉണ്ടാവാതിരിക്കാൻ ഓരോ റൗട്ടറും ഈ പറഞ്ഞ കണക്ക് റൗട്ടിങ് ചെയ്യുക എന്നുള്ളതിന് പുറമെ കൺജഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റിയും ചെയ്യും. റൗട്ടിങ് മാത്രമല്ല, കൺജഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റിയും നെറ്റ്വർക്ക് ലെയർ ചെയ്യും. അതിനെയാണ് കൺജഷൻ കൺട്രോൾ അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഈ കൺജഷൻ കൺട്രോൾ അൽഗോരിതംസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ലീക്കി ബക്കറ്റ് അൽഗോരിതം. ലീക്കി ബക്കറ്റ് അൽഗോരിതം ഈസ് എ കൺജഷൻ കൺട്രോൾ അൽഗോരിതം വിച്ച് വർക്ക്സ് ഇൻ ദ സെയിം വേ ആസ് എ ലീക്കി ബക്കറ്റ് ബിഹേവ്സ്. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഡയഗ്രത്തിൽ ലെഫ്റ്റ് സൈഡിനായിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടാപ്പാണ്. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതൊരു ടാപ്പാണ്. ഈ ടാപ്പിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലോ ചെയ്ത് വീഴുന്നത് ഒരു ബക്കറ്റിലേക്കാണ്. ഈ ബക്കറ്റിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ഹോൾഡ് വാട്ടർ. അതിന് വെള്ളത്തെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ സ്മോൾ ഹോൾ ത്രൂ വിച്ച് വാട്ടർ ഡ്രോപ്സ് ഔട്ട് ഓഫ് ദ ഹോൾ ഇൻ ദിസ് ബക്കറ്റ് ഇൻ എ കൺസിസ്റ്റൻ്റ് റേറ്റ്. ഒരു നിശ്ചിത റേറ്റിൽ കൂടി മാത്രം വെള്ളം ഇറ്റിറ്റ് വീഴാൻ വേണ്ടി ഒരു നിശ്ചിത ഡയമീറ്ററിലുള്ള ഒരു ദ്വാരമാണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡയമീറ്ററാണ്. അത്രയും ചെറിയ ഒരു സുഷിരത്തിൽ കൂടിയാണ് ഈ വാട്ടർ ഡ്രോപ്സ് പോകുന്നത്. അതുപോലെ നമുക്ക് ഇതേ അനലോഗസ് ആയിട്ട് നമ്മളുടെ നെറ്റ്വർക്ക് ലെയറിലെ ഒരു അൽഗോരിതത്തിന് പെരുമാറാനൊക്കും. അതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ലീക്കി ബക്കറ്റ് വിത്ത് വാട്ടർ പോലെ വെള്ളം എത്രത്തോളം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വെള്ളം എത്രത്തോളം ഈ ബക്കറ്റിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നോ, പക്ഷേ അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വെള്ളം ഒരു നിശ്ചിത റേറ്റിൽ മാത്രം റെഗുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കൺസിസ്റ്റൻ്റ് ഫ്ലോയിലൂടെ മാത്രമേ പുറത്തേക്ക് പോകും. അതുപോലെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ പാക്കറ്റ്സ് ആണ് പുറത്തോട്ട് പോകേണ്ടുന്നത്. അപ്പോൾ ഈ ഡാറ്റ പാക്കറ്റ്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് ആ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് പാക്കറ്റ്സുകൾ ജനറേറ്റ് ചെയ്യുന്ന അതേ വേഗതയിൽ തന്നെ അങ്ങോട്ട് നെറ്റ്വർക്കിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് കമ്പ്യൂട്ടർ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പാക്കറ്റ്സിനെ ഒരു അൽഗോരിതം ഈ ലീക്കി ബക്കറ്റിന് സമാനമായ രീതിയിലേക്ക് ഇത് ഹോൾഡ് ചെയ്യും. ഈ വരുന്ന അൺറെഗുലേറ്റഡ്, കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് അൺറെഗുലേറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അൺറെഗുലേറ്റഡ് ഫ്ലോ ഓഫ് പാക്കറ്റ്സ്, ജനറേറ്റ് ചെയ്യുന്ന പാക്കറ്റ്സിനെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ അതൊരു ബഫർ സ്പേസ് പോലാണ് ഈ ഇത് ചെയ്യുന്നത്. ആ ബഫറിലോട്ട് സ്റ്റോർ ചെയ്യും. ദ ബക്കറ്റ് ഹോൾഡ്സ് ദ പാക്കറ്റ്.
അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ബഫറിനകത്തേക്ക് ഈ വരുന്ന പാക്കറ്റുകൾ, ജനറേറ്റ് ചെയ്യുന്ന പാക്കറ്റുകളെല്ലാം ഹോൾഡ് ചെയ്യും. അവിടെ നിന്ന് താഴോട്ട് നോക്കിയേ, ഒരു റെഗുലേറ്റഡ് ഫ്ലോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റെഗുലേറ്റഡ് ഓർഡറിലാണ്. ഇവിടെ നോക്കിയേ, അടുപ്പിച്ച് 2 പാക്കറ്റ് വരുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നു, അത് കഴിഞ്ഞിട്ടാണ് 3 എണ്ണം വരുന്നത്. ഇവിടെ ഒരു 3, ഇവിടെ ഒരു 2, ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കാണിച്ചിരിക്കുന്നത് അൺറെഗുലേറ്റഡ് ആയിട്ട് പാക്കറ്റ്സ് വരുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ ബക്കറ്റിന് ശേഷം നിങ്ങൾ നോക്കിയാൽ ഈ 3 എണ്ണം ഇത് റെഗുലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ റെഗുലേറ്റഡ് ഫ്ലോയിൽ പോകാനായിട്ട് ഈ ലീക്കി ബക്കറ്റ് അൽഗോരിതം വർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ കൺജഷൻസ് ഈ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ വെൻ ഹോസ്റ്റ് വാണ്ട് ടു സെൻഡ് എ പാക്കറ്റ്, ദ പാക്കറ്റ് ഈസ് ത്രോൺ ഇൻ ടു ദ ബക്കറ്റ്. ഒരു ഹോസ്റ്റിൽ ഒരു പാക്കറ്റ് റെഡിയായി കഴിഞ്ഞാൽ ആ പാക്കറ്റ് റൂട്ടും ഒക്കെ കണ്ടുപിടിച്ച് ഈ ബക്കറ്റിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ബക്കറ്റ് എന്ത് ചെയ്യും? ദ ബക്കറ്റ് ലീക്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. നെറ്റ്വർക്കിലേക്ക് പോകാനുള്ള പാക്കറ്റാണ് ഈ ബക്കറ്റിൽ എത്തിച്ചേർന്നത്. പക്ഷേ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഉള്ളി ദ ബക്കറ്റ് വിൽ ലീക്ക് ദ പാക്കറ്റ്. ലീക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലേക്ക് തള്ളി വിടുന്നു. മീനിങ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ട്രാൻസ്മിറ്റ്സ് ദ പാക്കറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. എന്നിട്ട് ഈ റെഗുലേഷൻ മെക്കാനിസം ഉപയോഗിച്ച് മാത്രമേ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലേക്ക് അത് കൊടുക്കുകയും അത് സിഗ്നലാക്കി മാറ്റി അയച്ചു കൊടുക്കുകയും ചെയ്യും. സോ ബേഴ്സ്റ്റി ട്രാഫിക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ യൂണിഫോം ട്രാഫിക് ബൈ ദ ലീക്കി ബക്കറ്റ്. അപ്പോൾ ലീക്കി ബക്കറ്റ് എന്താ ചെയ്യുന്നത്? ബേഴ്സ്റ്റി ട്രാഫിക്, ബേഴ്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിശ്ചിത ഇൻ്റർവെൽ അല്ലാതെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പാക്കറ്റ്, അൺറെഗുലേറ്റഡ് ആയിട്ട് നിർമ്മിക്കുന്ന പാക്കറ്റിനെ ഒരു റെഗുലേറ്റഡ് ഫ്ലോയിലേക്ക് മാറ്റാനായിട്ട് ഈ ലീക്കി ബക്കറ്റിന് സാധിക്കുന്നു. ഇൻ പ്രാക്ടീസ് ദ ബക്കറ്റ് ഈസ് എ ഫൈനൈറ്റ് ക്യൂ ദാറ്റ് ഔട്ട്പുട്ട്സ് അറ്റ് എ ഫൈനൈറ്റ് റേറ്റ്. അപ്പോൾ നോർമലി ഈ അൽഗോരിതം ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ബക്കറ്റ് സൈസിലായിരിക്കും നിർമ്മിക്കുന്നത്, ഹോൾഡ് ചെയ്യാൻ ഒക്കുന്നത്. ആവശ്യത്തിനുള്ള ഒരു വലുപ്പത്തിലുള്ള ഒരു ബക്കറ്റാണ്. അതിനകത്ത് വരുന്ന പാക്കറ്റ്സിനെ എല്ലാം ഒരു ഫൈനൈറ്റ് റേറ്റിൽ ഔട്ട്പുട്ട് ചെയ്യുകയാണ് ഈ അൽഗോരിതം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെറ്റ്വർക്ക് ഇൻ്റർഫേസിംഗ് ഡിവൈസസിനെ കുറിച്ചാണ്. എന്താണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൗട്ടർ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു. ഒരു വലിയ നെറ്റ്വർക്കിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് പാക്കറ്റ് ട്രാൻസ്മിഷൻ ചാനലിലൂടെ നടക്കത്തില്ല. ഒരു സെൻറ്ററിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഡാറ്റ പാക്കറ്റ് സഞ്ചരിച്ച് ഒരു റൗട്ടറിലെത്തും. സേ റൗട്ടർ എ. റൗട്ടർ എയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഇല്ല. അപ്പോൾ റൗട്ടർ എ തൻ്റെ അയൽവക്കത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ് എന്നുള്ളത് നോക്കും. സ്വന്തമായിട്ട് കണക്ഷൻ ഉള്ളത് ചിലപ്പോൾ ബിയും സിയും ഡിയും ഉണ്ടെന്ന് വെച്ചോ, എയിലേക്ക് കണക്ഷൻ. ബി സി ഡി ഇതിൽ ഏതാണ് ബെസ്റ്റ്, ഏതാണ് ഏറ്റവും മിനിമം ഫാസ്റ്റായിട്ട് എത്തിക്കാനൊക്കെ. അപ്പോൾ സി ആണെങ്കിൽ സിയിലേക്ക് ഗൈഡ് ചെയ്യും. ഇനി സിയുടെ ചുമതലയും സെയിം തന്നെ. സിയിലേക്ക് ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, എം എൻ ഒ, ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാ, എമ്മിലേക്ക് വിടും. ഇങ്ങനെ പല പല റൗട്ടർ കടന്നിട്ടാണ് ഈ ഡാറ്റ പാക്കറ്റ് ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് നോഡായിട്ട് ആക്ട് ചെയ്ത റൗട്ടറാണെന്ന് നമ്മൾ കണ്ടു. നേരെ മറിച്ച് ചെറിയ നെറ്റ്വർക്കിലാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഡിവൈസസ് ഉണ്ടോ? ഉത്തരം ഉണ്ടെന്നാണ്. അപ്പോൾ റൗട്ടർ മാത്രമല്ല ഈ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പല തരത്തിലുള്ള ഡിവൈസസ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർഫേസിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം പ്രിലിമിനറി ആയിട്ട് എനിക്ക് പറയാൻ ഒക്കുന്നതെന്ന് പറഞ്ഞാൽ, when you want to send data from a sender to receiver, it is not always possible to send the data packet directly to the destination computer. Instead, we need many interconnecting devices or network interface devices which helps the transfer of the packet from source to destination in a very proper manner. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് ഓരോന്നും പഠിക്കുമ്പം കാണാം. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് റിപ്പീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. എവിടാണ് റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്, ഈ റിപ്പീറ്ററിൻ്റെ പ്രസക്തി ഏത് ലെയറിലാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എ റിപ്പീറ്റർ ഓപ്പറേറ്റ്സ് അറ്റ് ദ ഫിസിക്കൽ ലെയർ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഡെസ്റ്റിനേഷൻ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ പാക്കറ്റ് അയക്കുമ്പോൾ സെൻഡർ ഈ ഡാറ്റ പാക്കറ്റ് അയക്കുന്ന സിഗ്നലിൻ്റെ രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ സിഗ്നൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫിസിക്കൽ ലെയർ കമ്പോണൻ്റ് ആണ്, അല്ലേ? ഫിസിക്കൽ ലെയറിലാണ് ഈ സിഗ്നലാക്കി മാറ്റുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ലെയറിൽ ഡാറ്റ സിഗ്നലിൻ്റെ രൂപത്തിലാണ് നിലനിൽക്കുന്നത്. ആ സിഗ്നലിൽ കയറി വർക്ക് ചെയ്യുന്ന ഒരു
നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസ് ആണ് റിപ്പീറ്റർ. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന്, നമ്മുടെ സെൻട്രൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റിപ്പീറ്ററിലേക്കാണ് കണക്ഷൻ എങ്കിൽ ഈ റിപ്പീറ്റർ ഈ ഡാറ്റ പാക്കറ്റിന് ആവശ്യമായ സിഗ്നലിനെ എടുത്തിട്ട് അതിൻ്റെ സിഗ്നലിനകത്താണ് ഈ റിപ്പീറ്റർ തൻ്റെ ആക്ഷൻ ചെയ്തിട്ട് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്ററിനെ ഒരു ഫിസിക്കൽ ലെയർ ഡിവൈസ് എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കുന്നത്. അല്ലെങ്കിൽ റിപ്പീറ്റർ ഓപ്പറേറ്റ്സ് അറ്റ് ദ ഫിസിക്കൽ ലെയർ എന്ന് നമ്മൾ പറയും. Its job is to regenerate the signal over the same network before the signal becomes too weak or corrupted, so as to extend the length to which the signal can be transmitted over the same network. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ ടു റീജനറേറ്റ് ദ സിഗ്നൽ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയാം. നമ്മുടെ കേബിൾ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെത്തുന്ന കേബിൾ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പോസ്റ്റിൻ്റെ മുകളിൽ ഒരു ആംപ്ലിഫയർ അവിടെ വെച്ചേക്കും, ഈ വരുന്ന കേബിളിൻ്റെ സിഗ്നൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ സിഗ്നൽ ചിലപ്പം വീക്കായി പോകും, അതിനെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് നമ്മളവിടെ ആംപ്ലിഫയർ വെച്ചിരിക്കുന്നതെന്ന് കേബിൾ ഓപ്പറേറ്റർ ടെക്നീഷ്യൻ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പം പറയും. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ചില സിഗ്നൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ എനർജി ആണല്ലോ, വോൾട്ടേജ് ആണല്ലോ. ഈ വോൾട്ടേജ് സഞ്ചരിച്ച് വരുമ്പോൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഈ കേബിളിൻ്റെ റെസിസ്റ്റൻസ് മൂലം അത് വീക്കനായി മാറും. അപ്പോൾ ആ സിഗ്നലിനെ ഒന്നും കൂടെ ഒന്ന് പുനർജീവിപ്പിക്കുക, റീജനറേറ്റ് ചെയ്ത് സ്ട്രെങ്തനാക്കി സെയിം ഇതിലാക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റിപ്പീറ്റേഴ്സാണ് മറ്റേ അടുത്ത ആംപ്ലിഫയർ, നമ്മുടെ കേബിൾ ടെലിവിഷനൊക്കെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിന് പകരം നമ്മൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സിഗ്നലിനെ അതേ രൂപത്തിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് സെയിം രീതിയിൽ, അതായത് സിഗ്നലിൻ്റെ ബേസിക് സ്ട്രക്ചറൊക്കെ അങ്ങ് വീക്കനായി പോകും, അതിൻ്റെ പീക്കൊക്കെ അങ്ങ് വോൾട്ടേജ് പീക്കൊക്കെ സ്വല്പമൊക്കെ താഴും. അതിനെ ഒന്ന് റീജനറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ റീജനറേറ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ ദൂരം ഈ സിഗ്നലിന് ഫർദറായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സഞ്ചരിക്കാനായിട്ട് ഒക്കും. ഓക്കെ, ഈ ചില സമയത്ത് ചെറിയ കറപ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സിഗ്നലിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ 5 വോൾട്ടിന് 4.3 വരുന്നോളെങ്കിലും അത് 5 വേണ്ടി അയച്ചതാണ്, 4.3 വീക്കനായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും 5 നേരെ മറിച്ച് 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 വോൾട്ട് ആണെങ്കിൽ 1.8 2 ആക്കും, 4.3 5 ആക്കും. എന്നിട്ട് അത് ഒറിജിനൽ ഫോമിലേക്ക് റീജനറേറ്റ് ചെയ്യും. ഈ ജോലിയാണ് റിപ്പീറ്റർ ചെയ്യുന്നത്. ഇനി റിപ്പീറ്റർ ഈസ് ദാറ്റ് ദേ ഡു നോട്ട് ആംപ്ലിഫൈ ദ സിഗ്നൽ. നിങ്ങൾ ഓർക്കേണ്ടുന്നത്, ഒരു ആംപ്ലിഫയർ യഥാർത്ഥത്തിൽ കിട്ടുന്ന സിഗ്നലിനെ അതേപോലെ തന്നെ അങ്ങ് വലുതാക്കുകയാണ്, ഇച്ചിരിയുടെ എനർജി കൊടുക്കുന്നേ ഉള്ളൂ. റിപ്പീറ്റർ അങ്ങനെയല്ല, ഇറ്റ് റീജനറേറ്റ് എന്നാണ് പറയുന്നത്. റീജനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേവ് ഫോം, ഈ 5 വോൾട്ട് എന്നുള്ള ഒരു വേവ് ഫോമിൽ വരയ്ക്കേണ്ടുന്ന അല്ലെങ്കിൽ പോകേണ്ടുന്ന സിഗ്നലിനെ 5 വോൾട്ടാക്കി മാറ്റും. 2 വോൾട്ടിൽ വേണ്ടുന്ന 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നലിന് 2 വോൾട്ടാക്കി മാറ്റും. അങ്ങനെ നേരെ മറിച്ച് 4.3 അല്ലെങ്കിൽ 1.3 വെറുതെ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ അതേ ഡിസ്റ്റോർഷനിൽ തന്നെ ഒരു വലിയ എനർജിയുള്ള പൾസായി മാറത്തേ ഉള്ളൂ. എന്നാൽ റീജനറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് വേവ് ഫോമിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളത്, അതാണ് റിപ്പീറ്ററിൻ്റെ ഗുണം. അപ്പം ഡാറ്റ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ റിപ്പീറ്റർ ഡസ് നോട്ട് ആംപ്ലിഫൈ ബട്ട് ഇറ്റ് റീജനറേറ്റ്സ് ദ സിഗ്നൽ എന്ന് പറയും. സോ വെൻ സിഗ്നൽ ബിക്കംസ് വീക്ക് ദേ കോപ്പി ദ സിഗ്നൽ ബിറ്റ് ബൈ ബിറ്റ് and regenerate it into the original strength. So it is a two-port device. Two-port device എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻപുട്ടും ഉണ്ട്, ഒന്ന് ഔട്ട്പുട്ടും ഉണ്ട്. റിപ്പീറ്ററിലേക്ക് ഒരു കേബിള് ഡാറ്റയെ അല്ലെങ്കിൽ സിഗ്നലിനെ ഇൻപുട്ട് ചെയ്യും, ഒരു പോർട്ടിൽ കൂടെ ഇത് റിപ്പീറ്റഡ് ആയ അല്ലെങ്കിൽ റീജനറേറ്റഡ് ആയ സിഗ്നൽ പുറത്തേക്ക് വരും. ഇതിനെയാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്, ഫിസിക്കൽ ലെയർ. അടുത്തത് ഹബ്ബ്, അടുത്ത ക്ലാസ്സിൽ.